വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. മത്സരാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനുള്ള പ്രതീക്ഷാ സൂചനയിലേക്ക്. ഇന്ത്യൻ കായിക രംഗത്തെ ഒരു പ്രശസ്ത വനിതാ കായിക താരത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നൽകാൻ പോകുന്നത്. ഹൈദരാബാദാണ് ഇവരുടെ സ്വദേശം. സൈന നെഹ്വാൾ ശരിയായ ഉത്തരമല്ല. എൻ്റെ അടുത്ത ഓപ്ഷൻസ് അതുമായി മാച്ച് ചെയ്യുന്നുമില്ല. അടുത്ത സൂചനയിലേക്ക്. 2004 ഇവർ അർജുന അവാർഡ് നേടി. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല, നേരത്തെ ഒരു ഉത്തരം തെറ്റായി പറഞ്ഞുകൊണ്ടുള്ള. ഇനി 2 ടീമുകൾക്ക് മാത്രമാണ് ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാകുന്നത്. പറഞ്ഞു. ഷൈനി വിൽസൺ തെറ്റായ ഉത്തരമാണ്. അപ്പോൾ ഇനി ആരും ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉത്തരം പറയാത്ത നജീം അല്ലേ? നജീം ആൻഡ് ഫാമിലിയെ ഞാൻ പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക് ആനയിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച കായിക താരത്തെക്കുറിച്ചുള്ള മറ്റ് ഓപ്ഷനിലേക്ക് കിടക്കാം. ടെന്നീസ് ആണ് ഇവരുടെ കായിക വിനോദം. ഇവരെ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു പാകിസ്ഥാനിയാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻസിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇതെല്ലാം എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഉത്തരങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചാടിയ ഉത്തരം പറയരുതെന്ന് എല്ലാവരോടും പറഞ്ഞത്. സാനിയ മിർസയായിരുന്നു ശരിയായ ഉത്തരം. സാനിയ മിർസ എന്ന ഉത്തരം പറയാതെ തന്നെ കായംകുളത്ത് നിന്ന് വന്ന നജീം ആൻഡ് ഫാമിലിയെ ഞാൻ പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക് ആനയിക്കട്ടെ. നജീം ആൻഡ് റജീന, പച്ചക്കുതിരയിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. സാധാരണ ഞാൻ പ്രതീക്ഷാ സൂചന നൽകുമ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഈ വേദിയിലേക്ക് വരുന്നത്. ഇത് ഉത്തരങ്ങൾ പറയാതെ തന്നെ ഇതിനകത്തേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ് അല്ലേ? റജീന അധ്യാപികയാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഒരു തീരദേശ സ്കൂളാണ്, ആറാട്ടുപുഴ മംഗലം സ്കൂൾ എന്ന് പറയും. ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂളാണ്. ആറാട്ടുപുഴ സുനാമി ബാധിത പ്രദേശമാണ്. കടലിനോട് വളരെ അടുത്തുള്ളൊരു സ്കൂളാണ്. ഒരുപാട് കരിമണലൊക്കെ ഉള്ള സ്ഥലമല്ലേ ആറാട്ടുപുഴ? അവിടെ ഈ കരിമണൽ ഖനനമൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, ഖനനം ഇല്ല, നടന്നിട്ടില്ല. അപ്പോൾ അവിടെ താമസിക്കുന്ന, ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ആറാട്ടുപുഴ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കടലിനോട് വളരെ ചേർന്ന് വീട് വെച്ച് താമസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കരിമണൽ ഖനനം ഇവിടെ നടക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുത്തിട്ട് ഈ സ്ഥലത്തിന് കിട്ടുന്ന വിലയും വാങ്ങി ഈ കടലിൽ നിന്ന് മാറി കുറച്ചും കൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ലേ നല്ലത്? പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ്, ഇവിടെ നിന്ന് വിട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വേറെ തൊഴിലറിയില്ല, അതുകൊണ്ട് അവർ അവിടെ വിട്ടു പോകില്ല എന്നാണ്. എപ്പോഴും അങ്ങനെയാണ്. ഒരു ജന്മദേശത്തോട് എപ്പോഴും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പല സ്ഥലത്തും വളരെ തിങ്ങിയ ആളുകൾ, വളരെ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല കമേഴ്സ്യൽ വാല്യൂ ഉള്ള സ്ഥലങ്ങളല്ലേ, ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1 സെന്റിന് 1 ഏക്കർ വെച്ച് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള പൈസ കിട്ടും. പക്ഷെ എന്താണ് ഇവിടെ വിട്ട് പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ആളുകളെല്ലാം ഇവിടെയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഓടിക്കൂടാനുള്ള ആളുകൾ ഇവിടെയാണ്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്ട്രീറ്റാണ്. അപ്പോൾ കടകളുടെയൊക്കെ ഇടയിലൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ എന്നാലും ആ ജനിച്ചു വളർന്ന സ്ഥലത്തോട് എപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടാവും. നജീമിൻ്റെ ഒരു പ്രത്യേക കഴിവിനെ പറ്റി പറഞ്ഞു. എന്താണ് ആക്യുപ്രഷർ ചികിത്സയുടെ പേര്? അത് എൻ്റെ ഒരു കഴിവല്ല, ഞാനൊരു പഠിച്ചൊരു സംഭവമാണ്. അതായത് സുജോക്ക് അക്യുപ്രഷർ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ്. സുജോക്ക് ഏത് രാജ്യത്തു നിന്നാണ്? അത് കൊറിയൻ ട്രീറ്റ്മെൻറ്റാണ്. കൈകാലുകളിലുള്ള പ്രഷർ പോയിൻ്റ് ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു ചികിത്സയാണ്. മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഏത് രോഗത്തിനൊക്കെ ചികിത്സിക്കാം? മിക്കവാറും രോഗങ്ങൾക്കെല്ലാം അത് ചികിത്സയുണ്ട്. എങ്ങനെയാണ് ചികിത്സയുടെ ഒരു രീതി? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ തലവേദന സാധാരണയായിട്ട് എല്ലാവർക്കും ജനറലായിട്ട് വരുന്ന തലവേദനയ്ക്ക് നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ചുറ്റിയിടുക. ഒരു 2 മിനിറ്റിന് ശേഷം അത് ഊരി മാറ്റിയാൽ തലവേദന മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാകും. കംപ്ലീറ്റ് മാറിയിട്ടില്ലെങ്കിൽ അടുത്ത വിരലിലും അതേപോലെ തള്ളവിരൽ. അതുപോലെ ഒരുപാട് ചികിത്സകളുണ്ട്. അതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ചില സ്ഥലങ്ങളിൽ പ്രഷർ കൊടുക്കുന്നു. അല്ല, ബി പിക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ബി പിക്ക് നമ്മുടെ കൈയുടെ ഈ പോയിന്റിൽ ഇത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യാം. പിന്നെ സ്പോണ്ടിലോസിസിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ മിക്ക അസുഖങ്ങൾക്കും, മാരകമല്ലാത്ത മിക്ക അസുഖങ്ങൾക്കും ഇതിൽ ട്രീറ്റ്മെൻറ്റ്. വളരെ ഫലപ്രദമായിട്ട് ഫലപ്രദമായ ചികിത്സ ഒരു പുതിയൊരു അറിവാണ്. അല്ല, അത്തരം ചികിത്സകൾ കണ്ടെത്താൻ കഴിയട്ടെ, അത്തരം ചികിത്സകൾ പ്രചരിക്കാൻ ഇടവരട്ടെ. കാരണം മരുന്നുകൾ ആവശ്യപ്പെടുന്ന പല അസുഖങ്ങൾക്ക് നമുക്ക് വലിയ വില കൊടുത്ത് മരുന്നുകൾ വാങ്ങിക്കേണ്ടി വരുന്നു. അതിനിടയിൽ നടക്കുന്ന മാനിപ്പുലേഷൻസ്, അതിന് പ്രവർത്തിക്കുന്ന മാഫിയ,
ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെ സർ. അപ്പോൾ മരുന്നുകൾ ആവശ്യമില്ലാത്ത ഇത്തരം ചികിത്സകൾ സാധാരണക്കാരന് ലഭിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ പച്ചക്കുതിരയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ സമ്മാനം ഓപ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് മാത്രമാണുള്ളത്. അപ്പോൾ 1000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം. പണിമുടക്കിനെ തുടർന്ന് മുതലാളി തൊഴിൽശാല അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. പച്ചക്കുതിര, ഓപ്ഷൻസ്: എ ലേ ഓഫ്, ബി ലോക്കൗട്ട്, സി ക്ലോസിംഗ്, ഡി ഷട്ട് ഓഫ്. ഇതിൽ ഏത് അവസ്ഥയ്ക്കാണ് പണിമുടക്കിനെ തുടർന്ന് മുതലാളി തൊഴിൽശാലകൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്നത്? യുവർ ടൈം ബിഗിൻസ് നൗ. ബി ലോക്കൗട്ട്. ബി ലോക്കൗട്ട് ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. പച്ചക്കുതിര, ബി ലോക്കൗട്ട്. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? നജീം കായംകുളത്തല്ലേ? കായംകുളം. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ ലോക്കൗട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പച്ചക്കുതിരയോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരം? ലോക്കൗട്ട് ശരിയായ ഉത്തരമാണ്. ലേ ഓഫ് എന്ന് പറയുന്നത് നിശ്ചിത കാലത്തേക്കുള്ള ഒരു കൂട്ടലാണ്. ചിലപ്പോൾ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിശ്ചിത കാലത്തേക്ക് 2 കൊല്ലത്തേക്ക് ഈ ഫാക്ടറി അടച്ചിടുന്നു എന്ന് പറയുന്നതിനാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ഈ തൊഴിലാളി പണിമുടക്കിനെ തുടർന്നുണ്ടാകുന്ന അടച്ചുപൂട്ടലിനെ ലോക്കൗട്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2000 രൂപയ്ക്കുള്ള ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി ലഭിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം എന്താണ് പച്ചക്കുതിര? ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ അബു എബ്രഹാം, ബി യേശുദാസൻ, സി ശങ്കർ, ഡി കേരളവർമ്മ. യുവർ ടൈം ബിഗിൻസ് നൗ. സി ശങ്കർ. സി ശങ്കർ ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. പച്ചക്കുതിര, സി ശങ്കർ. അബു എബ്രഹാമും യേശുദാസനും എല്ലാം മികച്ച കാർട്ടൂണിസ്റ്റുകളാണ്. പക്ഷേ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശങ്കർ എന്നാണ് നജീം പറയുന്നത്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? സി ശങ്കർ ശരിയായ ഉത്തരമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച കാർട്ടൂണിസ്റ്റുകളിൽ പലരും കേരളീയരാണ് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. 1949 ശങ്കർ ആരംഭിച്ച ശങ്കേഴ്സ് വീക്കിലിയുടെ പ്രസിദ്ധീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ കാരിക്കേച്ചർ കലാരൂപങ്ങൾ പ്രചാരത്തിൽ വന്നത്. അപ്പോൾ ശങ്കറാണ് നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ച ഒരു നിമിഷത്തെക്കുറിച്ച് നജീമിനോട് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? എൻ്റെ ഹജ്ജ് യാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷം തന്ന ഒരു അനുഭവം. എന്നായിരുന്നു? എത്ര വയസ്സുള്ളപ്പോഴാണ് ഹജ്ജ് ചെയ്തത്? 2006 6 വർഷം മുമ്പ് ഹജ്ജ് ചെയ്യാൻ സാധിച്ചു അല്ലേ? അതെ. വളരെ ചെറുപ്പത്തിലേ തന്നെ അത് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരുപാട് സന്തോഷം. തീർച്ചയായും വളരെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായി ഇടപഴകാനും മക്കയിലെ ഹറമിൽ എത്തിച്ചേരാൻ സാധിച്ചത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭൂതിയായിരുന്നു. തീർച്ചയായും. എന്താണ് അവിടെ ചെന്നപ്പോൾ എന്ത് പ്രാർത്ഥിക്കാനാണ് തോന്നിയത്? പ്രാർത്ഥിക്കുന്നത് ഭൗതിക ജീവിതത്തിനേക്കാൾ ഉപരി ഒരു പരലോക ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പ്രാർത്ഥിച്ചത്. ഞാൻ പോയിട്ടുണ്ട് ഹറം പള്ളിയിൽ. ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ഉംറയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമുണ്ടല്ലോ, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പള്ളി പണിതുകൊണ്ടിരിക്കുന്നു, വെള്ളം കിട്ടാതെ സാറാ ബീവി ഈ 2 മലകൾക്കിടയിലൂടെ ഓടുന്നതുമൊക്കെ അല്ലേ? നമുക്ക് ശരിക്കും അവിടെയെല്ലാം വേറെ കൺസ്ട്രക്ഷൻസ് എല്ലാം വന്നു, ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു, ഹറം പള്ളി ഒരുപാട് വിപുലീകരിച്ചു, ഒരുപാട് നല്ല നിലയിലേക്ക് ഉയർന്നു വന്നെങ്കിൽ പോലും നമുക്കിതൊക്കെ മനസ്സിലാവും അല്ലേ? ഇവിടെയാണ് ഹറം പള്ളി പണിതത്, അതിൻ്റെ അടുത്ത് സഫ മർവ പർവ്വതങ്ങൾ ഇവിടെയാണ്, ഈ മലകൾക്കിടയിലായിരിക്കും വെള്ളത്തിന് ഓടിയതെന്നൊക്കെ നമുക്ക് ആ സ്ഥലം കാണുമ്പോൾ തോന്നും. ഒരു പ്രത്യേക അനുഭൂതി കിട്ടുന്ന സ്ഥലം തന്നെയാണ് മക്കയിലെ
ഹറം പള്ളി, അതൊരു വലിയ അനുഭൂതിയായി തന്നെ കരുതുന്നു അല്ലേ? തീർച്ചയായും. പക്ഷേ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം, നമ്മുടെ കടമകളെല്ലാം നിറവേറ്റിയതിന് ശേഷം നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ മറ്റു കടങ്ങളും ബാധ്യതകളും ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പോയി ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഹജ്ജ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രായമായി നമ്മുടെ എല്ലാ കടമകളും നിർവഹിച്ചതിന് ശേഷം മാത്രം പോകേണ്ട ഒരു കർമ്മം വളരെ ചെറുപ്രായത്തിൽ തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു ഭാഗ്യം. ചെറുപ്രായത്തിൽ നമ്മൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സംസ്കരിക്കപ്പെട്ട് നമ്മൾ കുറച്ചുകൂടി കാലം നമ്മുടെ ആ സംസ്കാരം മറ്റുള്ളവർക്ക് ലഭിക്കുമല്ലോ എന്നുള്ളൊരു കാര്യം കൂടെ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോയി ചെയ്യേണ്ട ഒരു കർമ്മം വളരെ നേരത്തെ ചെയ്യാൻ സാധിക്കുക, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹം കിട്ടിയ ആളാണ് നജീം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പച്ചക്കുതിരയ്ക്ക് ചെറിയൊരു വിശ്രമം ആവശ്യപ്പെടുന്നുണ്ട്. സോ വി വിൽ ഗോ ഫോർ എ വെരി വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് കം ബാക്ക് വെരി സൂൺ. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. അങ്ങനെ ലാമിയ സിൽക്സ് നൽകുന്ന 2000 രൂപയ്ക്കുള്ള ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി ലഭിച്ചുകൊണ്ട് നജീമും റെജിനയും എൻ്റെ മുമ്പിലുണ്ട്. ഇനി 4000 രൂപയ്ക്കുള്ള സമ്മാനം ലഭിക്കേണ്ട മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, മൂന്നാമത്തെ ചോദ്യം. ആരാണ് അഗത ക്രിസ്റ്റി? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ ഇംഗ്ലീഷ് നോവലിസ്റ്റ്, ബി ഇംഗ്ലീഷ് പത്രപ്രവർത്തക, സി ഇംഗ്ലീഷ് സാമൂഹ്യ പ്രവർത്തക, ഡി ഇംഗ്ലീഷ് ഭരണാധികാരി. യുവർ ടൈം ബിഗിൻസ് നൗ. എ ഇംഗ്ലീഷ് നോവലിസ്റ്റ്. എ ഇംഗ്ലീഷ് നോവലിസ്റ്റ് കൺഫേം ചെയ്യാം അല്ലേ? പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, എ ഇംഗ്ലീഷ് നോവലിസ്റ്റ്. അഗത ക്രിസ്റ്റിയുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്? റജിന വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും ഡിറ്റക്റ്റീവ് കഥകളാണല്ലോ വായിച്ചു തുടങ്ങുന്നത്. ചെറുപ്പത്തിലെ വായിക്കാൻ പ്രേരണ നൽകുന്നത് എപ്പോഴും ഡിറ്റക്റ്റീവ് കഥകളാണ്. അപ്പോൾ പച്ചക്കുതിരയോട് ചോദിക്കാം നമുക്ക്, ആരാണ് അഗത ക്രിസ്റ്റി? ശരിയായ ഉത്തരം കാണിച്ചു തന്നാൽ. ഇംഗ്ലീഷ് നോവലിസ്റ്റ് ശരിയായ ഉത്തരമാണ്. 80ഓളം ഡിറ്റക്റ്റീവ് നോവലുകൾ രചിച്ചിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് അഗത ക്രിസ്റ്റി. അഗത ക്രിസ്റ്റിയുടെ പല കഥകളും നമ്മൾ മലയാളത്തിലും സിനിമകളാക്കിയിട്ടുണ്ട്. എപ്പോഴും ഡിറ്റക്റ്റീവ് നോവലുകൾ നമുക്ക് വായനയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു കഥകളാണ്. വളരെ കൗതുകമാർന്ന ഒരുപാട് കഥകൾ രചിച്ചിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് അഗത ക്രിസ്റ്റി. അവരുടെ നിരവധി കഥകൾ നമുക്കെല്ലാം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 4000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 8000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, നീതിമാന്റെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആരുടേതാണ് ലോകപ്രശസ്തമായ ഈ വാക്ക്? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ യേശു ക്രിസ്തു, ബി യൂദാസ്, സി യോഹന്നാൻ, ഡി പിലാത്തോസ്. യുവർ ടൈം ബിഗിൻസ്. ഡി പിലാത്തോസ്. കൺഫേം ചെയ്യാം അല്ലേ നജീം? പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ഡി പിലാത്തോസ്. യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റി വധിക്കണം എന്ന യഹൂദ പുരോഹിതന്മാരുടെയും അവരുടെ അനുയായികളുടെയും ആവശ്യം നിറവേറ്റുവാൻ നിർബന്ധിതനായ വ്യക്തിയാണ് ഈ വാക്കുകൾ ഉച്ചരിച്ചത്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് വായിച്ചിട്ടുള്ള അറിവാണോ അതോ സിനിമകൾ കണ്ടിട്ടുള്ള അറിവാണോ? വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിലാത്തോസാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. പിന്നീട് പലപ്പോഴും നമ്മൾ ഈ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മറ്റേ കൈ കഴുകി കളഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. പച്ചക്കുതിരയോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരമെന്ന്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഡി പിലാത്തോസ് തന്നെയാണ് ശരിയായ ഉത്തരം. യേശു ക്രിസ്തുവിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾ കാണിച്ചു തന്ന ആ പ്രവാചകനെ അവസാനം ക്രൂശിലേറ്റുകയാണ് ചെയ്തത്. അതിൽ ആ വിധി നടപ്പാക്കുന്നതിൽ ആ വിധി നടപ്പാക്കിയ ആൾ തന്നെ പച്ചവെള്ളത്തിൽ കൈ കഴുകിക്കൊണ്ട് പറയുകയാണ് ചെയ്തത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ 8000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി നേടിത്തന്നിരിക്കുകയാണ്. അടുത്തത് 16,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്.
ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നജീം ഉത്തരം പറയുന്നുണ്ട്. റജീന എന്താണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻസർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ റജീനോട് ചോദിച്ചാൽ, ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ജോലിയാണല്ലോ ചെയ്യുന്നത്, അവിടെ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നം കുട്ടികളുടെ അച്ചടക്കമില്ലായ്മയാണ്. അത് നല്ലൊരു അധ്യാപകനത് നന്നാക്കി എടുക്കാൻ കഴിയും. അനുസരണയില്ലായ്മ കുട്ടികൾ കൂടുതൽ കാണിക്കുന്നു. പലപ്പോഴും അങ്ങനെയല്ല. അവരധികം, ഞാൻ UP സ്കൂൾ അധ്യാപികയാണ്, അപ്പോൾ അധിക സമയം അവരെ അടക്കിയിരുത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സ് എല്ലാം. തീർച്ചയായും. കുട്ടികളെ അധികം അടിക്കാറില്ല, ശിക്ഷാ നടപടികൾ കുറവാണ്, കുട്ടികളുമായി വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ എങ്കിൽ പോലും കുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്നു, അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ ഉണ്ടോ കുട്ടികൾക്ക്? ഒരു പരിധി കഴിഞ്ഞാൽ അവരെ അടക്കിയിരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒത്തിരി സമയം അവരോട് ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടാറില്ല. പിന്നെ കുറച്ച് പഠിത്തത്തിൽ നിന്ന് മാറി നമ്മൾ വേറെ സബ്ജക്റ്റ് കോറിലേറ്റ് ചെയ്ത് പോകുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കുട്ടികൾക്ക്. അത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതലും ആൺകുട്ടികളാണ്. പെൺകുട്ടികളെ കുറച്ചുകൂടെ അടക്കിയിരുത്താം എളുപ്പമാണ് അല്ലേ? ഒന്നാമത് ആ പ്രായം, ഈ 5 മുതൽ 7 വരെയുള്ള പ്രായം, കുട്ടികളിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു പ്രായമാണ്. പിന്നെ കൂടുതൽ കളിക്കണം, അവർക്ക് എപ്പോഴും താല്പര്യമായിരിക്കും, ഓടിച്ചാടി നടക്കാനും, പിന്നെ കഥകൾ കേൾക്കാനും മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ താല്പര്യമാണ്. അപ്പോൾ നമുക്ക് 16,000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടുന്ന വേളയിൽ റോബർട്ട് ബിസ്റ്റോ നിർമ്മിച്ചതെന്ത്? ചോദ്യം ഒന്നുകൂടെ. കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടുന്ന വേളയിൽ റോബർട്ട് ബിസ്റ്റോ നിർമ്മിച്ചതെന്ത്? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ. വില്ലിംഗ്ടൺ ഐലൻഡ്, ബി. വെണ്ടുരുത്തി പാലം, സി. വൈപ്പിൻ ദ്വീപ്, ഡി. ബോൾഗാട്ടി പാലസ്. യുവർ ടൈം ബിഗിൻസ്. എ. വില്ലിംഗ്ടൺ ഐലൻഡ്. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു എ. വില്ലിംഗ്ടൺ ഐലൻഡ്. ശരി ഉത്തരമാണോ നജീം? കോൺഫിഡൻ്റ് അല്ല. റജീന കോൺഫിഡൻ്റ് ആണോ? അതെ. നമുക്ക് പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? എ. വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. 16,000 രൂപയ്ക്കുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. 1928 കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടുന്ന വേളയിൽ ഈ ഡ്രഡ്ജിങ് നടത്തുമ്പോൾ ലഭിച്ച മണ്ണും ചെളിയും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡ് അദ്ദേഹം നിർമ്മിച്ചത്. ഹാർബർ എഞ്ചിനീയർ ആയിരുന്നു സർ റോബർട്ട് ബിസ്റ്റോ. അദ്ദേഹമാണ് വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിച്ചത്. ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ടും ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ ഒരുപാട് പ്രാവശ്യം പോകാൻ സാധിച്ചിട്ടുള്ളതുകൊണ്ടും പണ്ട് മുതൽ കേട്ടിട്ടുള്ള ഒരു കഥയാണത്. കാരണം കൊച്ചി തുറമുഖത്തിന് എപ്പോഴും ആഴം കൂട്ടിക്കൊണ്ടിരുന്നില്ല എങ്കിൽ അത് വീണ്ടും അവിടെ വന്ന് മണ്ണും ചെളിയും വന്ന് അടഞ്ഞിട്ട് കപ്പലുകൾക്ക് വരാൻ സാധിക്കാതെയാവും. അങ്ങനെ ആ തുറമുഖം നിർമ്മിച്ചപ്പോഴാണ് ഈ ചെളി ഉപയോഗിച്ചിട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കിയത്. അവിടെയാണ് കൊച്ചിയുടെ പോർട്ടൊക്കെ അവിടെയാണ്. ഇപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നപ്പോൾ വലിയ പോർട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ഐലൻഡിലാണ് മുമ്പ് എയർപോർട്ട് ഉണ്ടായിരുന്നത്. എയർപോർട്ട് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോയി. ഇപ്പോഴും പോർട്ടസും കസ്റ്റംസിൻ്റെ ഓഫീസും ഒക്കെയുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ്. അങ്ങനെ 16,000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 32,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. അവിടെ ഒരു ഹോപ്പ് ഹഡിലുണ്ട്. കിട്ടിയാൽ ഇരട്ടി, പൊട്ടിയാൽ പാതി. 16,000 8,000 ചുരുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, അടുത്ത ചോദ്യം. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ 16,000 രൂപയ്ക്കുള്ള സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. അടുത്ത ഹോപ്പ് ഹഡിൽ നമ്മൾ ചാടിക്കിടക്കുന്നത് അടുത്ത എപ്പിസോഡിലാണ്. നജീം, റജീന, വളരെ സന്തോഷം. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടിയാണ് പറഞ്ഞത്. ഒന്നും ഒരു കറക്കിക്കുത്തൊന്നുമായിരുന്നില്ല. നജീം കോൺഫിഡൻ്റ് അല്ലാത്ത ഉത്തരം പോലും റജീന കോൺഫിഡൻ്റ് ആയിരുന്നു. വളരെ സന്തോഷം വന്ന് പങ്കെടുത്തതിന്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പച്ചക്കുതിര ഇന്നത്തേക്കായി നമ്മളോട് യാത്ര പറയുന്നു. വീണ്ടും അടുത്ത ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്താൻ. അതുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയട്ടെ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.
Gift sponsored by Dubai Gold Soup, Nandilat G Mart, Lamia Silks, Thompson Home Depot. നമസ്കാരം. കൈരളി ടി വിയുടെ ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ഞാൻ പച്ചക്കുതിരയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഒരു മനുഷ്യന് 40 ദിവസം വരെ ഭക്ഷണമില്ലാതെയും 3 ദിവസം വരെ വെള്ളമില്ലാതെയും 7 മിനിറ്റ് വരെ വായുവില്ലാതെയും ജീവിക്കാനാവും. എന്നാൽ ഒരു നിമിഷം പോലും ഒരു മനുഷ്യനും പ്രതീക്ഷയില്ലാതെ ജീവിക്കാനാവില്ല. പ്രതീക്ഷകളുടെ ചിറകിലേറി പച്ചക്കുതിര ഇതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. കഴിഞ്ഞ ദിവസം മത്സരം അവസാനിക്കുമ്പോൾ കായംകുളത്ത് നിന്ന് വന്ന നജീമും റജീനയുമാണ് എന്നോടൊപ്പം ഈ മത്സര പഥത്തിലുണ്ടായിരുന്നത്. ലാമിയ സിൽക്സിൻ്റെ 16,000 രൂപയ്ക്കുള്ള സമ്മാനം നേടിക്കഴിഞ്ഞു. മത്സരം തുടരുന്നതിലേക്കായി നജീമിനെയും റജീനയും ഞാൻ ബഹുമാനപൂർവ്വം പച്ചക്കുതിരയുടെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ 16,000 രൂപ സമ്മാനമായി നേടിക്കഴിഞ്ഞു അല്ലേ? 16,000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് സമ്മാനമായി നേടിക്കഴിഞ്ഞു. നമുക്ക് മത്സരം മുന്നോട്ട് പോകാം. അടുത്തത് 32,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ചോദ്യമാണ്. 32,000 രൂപ ലഭിച്ചില്ലെങ്കിൽ അറിയാമല്ലോ, 16,000 8,000 ചുരുങ്ങിപ്പോവും. 16,000 32,000 ആകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട്. പച്ചക്കുതിര, അടുത്ത ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി എവിടെ സ്ഥിതി ചെയ്യുന്നു? പച്ചക്കുതിര ഓപ്ഷൻസ്: എ ഗോവ, ബി ഉത്തർപ്രദേശ്, സി മഹാരാഷ്ട്ര, ഡി തമിഴ്നാട്. യുവർ ടൈം ബിഗിൻസ് നൗ. എ ഗോവ. എ ഗോവയാണ്. ഗോവയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നജീബിൻ്റെയും റജീനയുടെയും തീരുമാനം. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, എ ഗോവ. എന്താണ് ഗോവ തിരഞ്ഞെടുക്കുന്ന കാര്യം? ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഓഷ്യനോഗ്രാഫി എന്തായാലും സമുദ്രത്തോട് ചേർന്ന് തന്നെ ആയിരിക്കും. പക്ഷെ തമിഴ്നാട്ടിലും സമുദ്രത്തോട് ചേർന്ന സ്ഥലങ്ങളാണ് കേട്ടിട്ടുള്ള പോലെ തോന്നി. അത് വൈഫും പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു, ഗോവ തന്നെയാണെന്ന് ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, പച്ചക്കുതിരയോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരം? എ ഗോവ. ചില തീരുമാനങ്ങൾ നമ്മൾ അങ്ങനെയാണ് അല്ലേ, കറക്റ്റായി നമുക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിലും മറ്റതും കമ്പയർ ചെയ്ത് നോക്കും. ഉത്തർപ്രദേശിലൊന്നും ആവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അങ്ങനെയും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സാധനങ്ങളുണ്ട്. തീർച്ചയായും. ഇന്ത്യൻ ഇങ്ക് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ചൈന സിൽക്ക് ഉണ്ടാക്കുന്നത് ജപ്പാനാണ്. അങ്ങനെയും ചില കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ അങ്ങനെയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ ഇത് ശരിയായ ഉത്തരമായി തന്നെ വന്നു. ചികിത്സയെക്കുറിച്ച് കുറച്ചുകൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ ആ ചികിത്സയെക്കുറിച്ച്? ഒരു കൊറിയൻ ചികിത്സയാണ്. നമ്മുടെ കൈകാലുകളിലുള്ള ഏത് ബോഡി ഓർഗനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മുടെ കൈകളിലും കാലുകളിലുമുണ്ട്. ആ പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് പ്രൊഫസർ പാർക്ക് ജേവു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. 1988 ഇത് കണ്ടുപിടിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. ഇപ്പോൾ കേരളത്തിൽ പലരും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ പല രോഗങ്ങളുടെയും ചികിത്സ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇതിൻ്റെ തിയറി പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ട ചികിത്സകളും ദൈവം സംവിധാനിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിയറിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ അത് എവിടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രഷർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് അസുഖത്തിന് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓ, അത് ശരി. അപ്പോൾ ഇപ്പം ഇന്നലെ തലവേദനയ്ക്ക് നമ്മൾ തള്ളവിരലിൽ പ്രഷർ കൊടുക്കണമെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ജലദോഷത്തിന് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പെയിൻ വരികയാണെങ്കിൽ പല പോയിന്റുകളുമുണ്ട്. ശരി, ശരിക്കും വേദന സംഹാരി തന്നെയാണല്ലേ ഇത്? തീർച്ചയായും. വളരെ വേഗം നമുക്ക് റിലീഫ് അറിയാൻ കഴിയും. ഇപ്പോൾ ഒരു ഗുളിക കഴിച്ചാൽ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് അതിൻ്റെ അതറിയുള്ളൂ. ഇത് വളരെ വേഗം പെയിനൊക്കെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിലീഫ് അറിയാം. വൈഫ് സ്കൂളിൽ പല കുട്ടികളെയൊക്കെ ചികിത്സിച്ച് ലാടവൈദ്യനായി മാറിയിട്ടുണ്ട്.
പെട്ടെന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും വീണിട്ടൊക്കെ ഇഞ്ചുറി ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് റിലീഫ് അറിയാം. നമുക്ക് നല്ല സന്തോഷമാണ് കുട്ടികൾ ഓടി ഇങ്ങനെ കിടന്ന് വയ്യാതെ നിലവിളിക്കുന്ന കുട്ടികളൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടുന്ന കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷമാണ്. അല്ലേ? അതിൽ ആ ചികിത്സയ്ക്ക് ഒരുപാട് പ്രചാരം കിട്ടട്ടെ. ഇത് പച്ചക്കുതിര അതിനൊരു വേദിയാവട്ടെ, ഈ ചികിത്സയെക്കുറിച്ച് ആളുകൾ കൂടുതൽ അറിയട്ടെ. നജീമും അത് ഒരുപാട് പ്രചാരം കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. കാരണം വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, അതിനുള്ള മരുന്നുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ കൊടുക്കുകയും പെട്ടെന്ന് വേദന സംഹാരികളായ മരുന്നുകൾ കൊടുക്കുമ്പോൾ ആളുകൾക്ക് വേദനയിൽ നിന്ന് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ മയക്കുമരുന്നുകൾ പോലെ ആ വേദന നമ്മളെ അറിയാതെയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആ വേദന നമ്മുടെ ശരീരത്തിൽ നിന്നൊന്നും ദൂരീകരിക്കപ്പെടുന്നില്ല. ആ വേദന നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലാതെ നോക്കുന്ന ചില മരവിപ്പിക്കൽ മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചികിത്സകളൊക്കെ പ്രചാരത്തിൽ വന്നാൽ ഒരുപാട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാഗസിനിലൊരു ലേഖനം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത്തരം ഈ ചികിത്സയെ കുറിച്ചിട്ട്. ഏതായാലും അതിന് വലിയൊരു പ്രചാരം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ 32,000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. ഇനി 32-ൽ നിന്നും 64-ലേക്കൊരു കുതിച്ചുചാട്ടമാണ് നടത്താൻ പോകുന്നത്. റിജിന റെഡിയാണല്ലോ അല്ലേ? പച്ചക്കുതിര, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? പച്ചക്കുതിര ഓപ്ഷൻസ്: എ കെ ആന്റണി, ബി ജവഹർലാൽ നെഹ്റു, സി ഉമ്മൻചാണ്ടി, ഡി സി രാജഗോപാലാചാരി. യുവർ ടൈം ബിഗിൻസ് നൗ. നല്ലതുപോലെ ആലോചിച്ച് ഉത്തരം പറയണം. ഇന്ത്യയിൽ ആദ്യമായി മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് എ കെ ആന്റണിയാണോ, ജവഹർലാൽ നെഹ്റു ആണോ, ഉമ്മൻചാണ്ടിയാണോ, രാജഗോപാലാചാരിയാണോ? എ കെ ആന്റണി കൺഫേം ചെയ്യാമോ? ഇനി കൺഫേം ചെയ്തേ പറ്റൂ. ജി രാജഗോപാലാചാരി. ഡി സി രാജഗോപാലാചാരി ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഡി സി രാജഗോപാലാചാരിയാണ് ഇന്ത്യയിൽ ആദ്യമായി മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഭരണാധികാരി എന്നാണ് നജീം പറയുന്നത്. പച്ചക്കുതിരയോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരം? ഡി രാജഗോപാലാചാരി. 1937 മദ്രാസിൽ ആണ് അദ്ദേഹം മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. ശ്രീ എ കെ ആന്റണിയാണ് കേരളത്തിൽ ആദ്യമായി മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 64,000 രൂപയ്ക്കുള്ള ലാമിയ സിൽക്സിൻ്റെ ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. ഇനി കുടുംബത്തെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ഞാൻ. കൂടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം. എൻ്റെ മക്കൾ 2 പേരുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ്റെ മകനും വന്നിട്ടുണ്ട്, പെങ്ങളുടെ മകനുമാണ്. മകനും വന്നിട്ടുണ്ട്. അവരെല്ലാവരും പഠിക്കുകയാണോ? അതെ, പഠിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. വീട്ടിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? പാപ്പയും ഉമ്മയും, പിന്നെ ഉമ്മയുടെ ഉമ്മയുണ്ട്. ഓ, പിന്നെ മക്കൾ 2 പേരുണ്ട്. പ്രായമായ ആളുകൾ വീട്ടിലുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായും അല്ലേ? അത് പ്രത്യേകിച്ച് നമ്മുടെ പിതാവിൻ്റെ പിതാവോ അല്ലെങ്കിൽ ഉമ്മയുടെ പിതാവോ ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. തീർച്ചയായും. ഞാൻ എൻ്റെ ഉമ്മയുടെ ഉമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ എൻ്റെ ബാപ്പയുടെ വാപ്പയോ ബാപ്പയുടെ ഉമ്മയോ ഉമ്മയുടെ വാപ്പയോ ഒന്നും കണ്ടിട്ടില്ല. എനിക്കങ്ങനെ ആകെ ഞാൻ കുറച്ചു കാലം കണ്ടിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ഉമ്മ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മക്കളെക്കാൾ കൂടുതൽ സ്നേഹം എപ്പോഴും മക്കളുടെ മക്കളോടായിരിക്കുമെന്നാണ് പറയുന്നത്. ഒരിക്കൽ ദാസേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പേരക്കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അമേരിക്കയിലാണ്. അപ്പം നെറ്റിലൂടെ കണ്ടിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ദാസേട്ടൻ പറയുന്നത്, നമുക്ക് ഈ പേരക്കുട്ടികളോട് സ്നേഹം കൂടുതൽ തോന്നാനുള്ള കാര്യമെന്ന് പറയുന്നത്, മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത്, മക്കൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കും. നമ്മൾ നമ്മുടെ ജോലിയായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കര പറ്റിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലായിരിക്കും നമുക്ക് കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് അവരെ വളർത്തി വലുതാക്കി എടുക്കാനുള്ള മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതേസമയത്ത് മക്കളുണ്ടാകുമ്പോഴേക്കും നമ്മളൊരു അത്യാവശ്യം ഒരു സ്റ്റേബിളായിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഏതായാലും ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകില്ല എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ നമുക്ക് കുട്ടികളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു കാലഘട്ടമായിരിക്കും. കുട്ടികളെ കളിപ്പിക്കാനുള്ള സമയവും കൂടുതൽ അവർക്ക് കിട്ടും. അപ്പോൾ അത്തരം സ്നേഹം ഏതായാലും നജീമിന് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ. ഓക്കെ, അൽഹംദുലില്ലാ എന്ന് പറയാം. അപ്പോൾ 64,000-ൽ നിന്നും 1,28,000 രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പച്ചക്കുതിര ചെറിയൊരു വിശ്രമം ആവശ്യപ്പെടുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് കം ബാക്ക് സൂൺ. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. 64,000 രൂപ സമ്മാനമായി നേടി എൻ്റെ മുന്നിൽ
നജീമും റജീനയും ഉണ്ട്. ഇനി 1,28,000 രൂപയിലേക്ക് കുതിക്കുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അപകട സൂചന മുന്നിലുണ്ട്. ചെറിയൊരു ഹേർഡിൽ അത് 64,000 1,28,000 ആകുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ നജീമും റജീനയും അത് 1,28,000 ആകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, 8ാമത്തെ ചോദ്യം. സ്വന്തം ശരീരത്തിൻ്റെ അത്ര തന്നെ വലുപ്പത്തിൽ ചുണ്ടുകളുള്ള പക്ഷി. വളരെ കൗതുകമുള്ള ഒരു ചോദ്യമാണ്. സ്വന്തം ശരീരത്തിൻ്റെ അത്ര തന്നെ വലുപ്പത്തിൽ ചുണ്ടുകളുള്ള പക്ഷി ഏതാണ്? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ പെലിക്കൻ, ബി ഫാൽക്കൺ, സി ടൂക്കൺ, ഡി ഓസ്ട്രിച്ച്. യുവർ ടൈം ബിഗിൻസ് നൗ. ഇനിയും 26 സെക്കൻഡുകളോളമുണ്ട്. ആലോചിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മതി. പെലിക്കനാണോ, അതോ ഫാൽക്കനാണോ, ടൂക്കനാണോ, ഓസ്ട്രിച്ച് ആണോ? ബി ഫാൽക്കൺ. ബി ഫാൽക്കൺ. 13 സെക്കൻഡുകളുണ്ട്. ഫാൽക്കൺ എന്ന പക്ഷിയെക്കുറിച്ച് ആലോചിക്കണം. ശരീരത്തിൻ്റെ അത്ര തന്നെ വലുപ്പത്തിലുള്ള ചുണ്ടുകളാണോ ഉള്ളത്? വളരെ കുറച്ച് സമയമേ ഉള്ളൂ. 4 സെക്കൻഡുകളേ ഉള്ളൂ. സി ടൂക്കൺ. സി ടൂക്കൺ ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഇനി സമയമില്ല. ബി ഫാൽക്കൺ എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാം, ബി ഫാൽക്കൺ ആണോ, എ പെലിക്കനാണോ എന്ന് കരുതി അതിൻ്റെ ഓപ്ഷൻസ് മാറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം എനിക്കും അറിയില്ല ശരിയായ ഉത്തരം ഏതാണെന്ന്. പക്ഷെ ഫാൽക്കൺ പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, പെലിക്കൻ പക്ഷിയെയും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഓസ്ട്രിച്ച് എന്താണെന്ന് നമുക്കറിയാം. ടൂക്കനാണ് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ടൂക്കൻ ഓപ്റ്റ് ചെയ്തത്. പിന്നെ എന്തായിരുന്നു ആദ്യം ഫാൽക്കൺ എന്ന് പറയാൻ കാര്യം? പെലിക്കണും ഓസ്ട്രിച്ചും അല്ല എന്നുള്ളത് ഉറപ്പായി. ഫാൽക്കൺ പക്ഷി അറബികളുടെ കയ്യിലിരിക്കുന്നതിൻ്റെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിലെ തന്നെ സൗദി അറേബ്യയിലൊക്കെ പോകാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് നജീം. അപ്പോൾ അവരുടെ ദേശീയ പക്ഷിയാണ് അല്ലേ? UAE-ലാണെന്ന് തോന്നുന്നത് കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. സൗദിയിൽ അത്ര ഉണ്ട്. എങ്കിലും അറബികൾക്കാണ് ഈ ഫാൽക്കൺ പക്ഷിയോട് വലിയ ഭ്രമമുള്ളത്. സ്റ്റാമ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ശരിയായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? സി ടൂക്കൺ തന്നെയാണ് ശരിയായ ഉത്തരം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരിനം ജലപക്ഷിയാണ് ടൂക്കൺ. വെള്ളത്തിലും ആഴത്തിലുള്ള ഈ പൊഴികളിലൊക്കെയാണ് ഇത് പോയിട്ട് ഇരയെ കുത്തിയെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. ആ ശരീരത്തിൻ്റെ അത്ര തന്നെ വലിപ്പമില്ലെങ്കിലും ഈ മീനുകളും അതിൻ്റെ ആഹാര സാധനങ്ങളും കൊക്കിൽ സൂക്ഷിക്കുന്ന മറ്റൊരു പക്ഷിയാണ് പെലിക്കൻ. അതുകൊണ്ടാണ് പെലിക്കൻ്റെ ചുണ്ടും കുറെ കൂടെ വലുതാണ്. പക്ഷേ അതിൻ്റെ ശരീരം ചുണ്ടിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട്. ടൂക്കൺ അങ്ങനെയല്ല, ശരീരത്തോളം തന്നെ വലിപ്പമുള്ള ചുണ്ടുകളാണ് ടൂക്കൺ പക്ഷിക്കുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ 1,28,000 രൂപയാണ് ടൂക്കൺ പക്ഷി നേടിത്തന്നിരിക്കുന്നത്. ഇനി 1,28,000 നിന്നും 1,50,000 അവിടെ നിന്ന് 2,00,000 പെട്ടെന്നാണ് കുതിച്ചു കയറാൻ പോകുന്നത്. എന്ത് തോന്നുന്നു ഈ അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ? സന്തോഷം തോന്നുന്നു. 1,50,000 ചോദ്യത്തിലേക്ക് പോകാം. നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ഇനി ഉത്തരം പറയാൻ. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. ചോദ്യങ്ങളും ചിലപ്പോൾ കുറച്ച് ആലോചിച്ച് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളായിരിക്കും. ചിലപ്പോൾ നജീബിനും റജീനയ്ക്കും അറിയാവുന്ന ചോദ്യങ്ങളുമാകാം. പച്ചക്കുതിര, 9ാമത്തെ ചോദ്യത്തിലേക്ക്. ഒരു വനിതയാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്തത്. അവർ ആരായിരുന്നു? ചോദ്യം ക്ലിയർ ആണല്ലോ. ഒരു വനിതയാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്തത്. അവർ ആരായിരുന്നു? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ മീര നായർ, ബി രോഹിണി ഹട്ടങ്കടി, സി ഭാനു അത്തയ്യ, ഡി ശാരദ. സി ഭാനു അത്തയ്യ. വളരെ പെട്ടെന്ന് തന്നെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കൺഫേം ചെയ്യാം. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. സി ഭാനു അത്തയ്യ. എന്തിനാണ് ഭാനു അത്തയ്യക്ക് അവാർഡ് കിട്ടിയതെന്ന് അറിയാമോ? വസ്ത്രാലങ്കാരത്തിൽ. ഏത് സിനിമയിൽ? ഗാന്ധി എന്ന സിനിമ. വളരെ കൃത്യമായ ഓർമ്മയാണ് അല്ലേ? പച്ചക്കുതിരയോട് കൺഫേം ചെയ്തേക്കാം നമുക്ക്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? സി ഭാനു അത്തയ്യ. റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിലെ
വേഷവിധാനത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ആദ്യമായി ഓസ്കാർ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഒരു വനിതയാണ് ഓസ്കാർ അവാർഡ് ആദ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. പിന്നീട് റസൂൽ പൂക്കുട്ടിയൊക്കെ ഓസ്കാർ അവാർഡ് നമുക്ക് കേരളത്തിലേക്ക് വരെ കൊണ്ടുവന്നു. മലയാളി ചെന്നെത്താവുന്നതിൻ്റെ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനം തോന്നും അല്ലേ. നമുക്ക് ആ അവാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ആ അവാർഡ് കേരളത്തിലേക്ക് ഒരു മലയാളി കൊണ്ടുവന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. 2 ലക്ഷം രൂപ സമ്മാനം നൽകുന്ന അവസാനത്തെ ചോദ്യമാണ്, 10ാമത്തെ ചോദ്യം. അതിനുത്തരം പറഞ്ഞാൽ 2 ലക്ഷം രൂപയ്ക്കുള്ള ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി ലഭിക്കുന്നതോടുകൂടി ഇതിൻ്റെ ജാക്ക് പോട്ടിലേക്കുള്ള എൻട്രിയും കൂടെ ലഭിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി വിൽ ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. വളരെ സൗമ്യരായിട്ടിരുന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി പറഞ്ഞ് ഒരാവേശവും കാണിക്കാതെ ഒരെടുത്തുചാട്ടവും ഇല്ലാതെ രണ്ടുപേരും വളരെ ഭംഗിയായി മത്സരിച്ച് മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ മുഴുവൻ സമ്മാനവും നേടിയെടുത്തുകൊണ്ട് പച്ചക്കുതിരയിൽ നിന്നും നജീബിനും റജീനയ്ക്കും വിടവാങ്ങാം. ആ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറയാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രതീക്ഷകളുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. നമുക്കെല്ലാവർക്കും പ്രതീക്ഷകളുണ്ടാവുമല്ലോ. നമ്മൾ ലോകത്തിലെല്ലാവരുടെയും നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും നജീബിൻ്റെ ജീവിതത്തിൽ നജീബിനുള്ള ഒരു പ്രതീക്ഷ എന്താണ്? മറ്റുള്ളവരെ കഴിയുന്നതും സഹായിക്കുകയും മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ജീവിച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹം. അതൊരാഗ്രഹമാണ്, അതൊരു ഒരു 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 മര്യാദയുടെ ഭാഗമാണ്. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ഉണ്ടാവരുത്. എൻ്റെ പെരുമാറ്റം കൊണ്ടോ എൻ്റെ ഒരു വാക്ക് കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കരുതെന്ന് പറയുന്നത് ഒരു നല്ല മാന്യമായ ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഒന്നുമില്ല എൻ്റെ മക്കളെ ഇന്ന നിലയിലെത്തിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന, ജനങ്ങൾക്ക് സഹായകരമായ ഇന്ന ഒരു പ്രവൃത്തി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും മോഹിക്കുന്നുണ്ടോ, സ്വപ്നം കാണുന്നു? തീർച്ചയായും ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു അക്യൂപ്രഷർ ചികിത്സയുടെ, സുജോക്ക് അക്യൂപ്രഷർ ചികിത്സയുടെ പ്രചാരത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇതുപോലെ എല്ലാവരുടെയും വേദന അകറ്റുന്ന ഈ ഒരു ചികിത്സാ രീതി കുറെ കൂടി ആളുകളിലേക്ക് വിപുലീകരിക്കണം. എല്ലാവർക്കും അത് എത്തിച്ചേരണം. വേദനയിൽ നിന്ന് എല്ലാവർക്കും മോചനം ഉണ്ടാവണം. അതുതന്നെ ആവട്ടെ പ്രാർത്ഥന, അതുതന്നെ ആവട്ടെ പ്രതീക്ഷ. അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റജീന, സന്തോഷമാണല്ലോ? അതെ. പച്ചക്കുതിര, ഏതാണ് 10ാമത്തെ ചോദ്യം? അലഹാബാദ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ടീം റീപ്ലേസ്മെൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് സമയത്ത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഓപ്ഷൻസ് ചോദിച്ചാൽ പിന്നീട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ആരാണ് റീപ്ലേസ് ചെയ്യുന്നത്? റജീനയാണോ നജീമാണോ? റജീനയ്ക്ക് പകരം ആരാണ് വരുന്നത്? ഷിയാസ്, പ്ലീസ് വെൽക്കം ടു പച്ചക്കുതിര. വന്നോളൂ. വെൽക്കം റിയാസ് പച്ചക്കുതിരയുടെ പ്രതീക്ഷാപഥത്തിലേക്ക്. റിയാസ് എന്ത് ചെയ്യുന്നു? ഞാൻ ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയർ BA ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ നജീബിന് ആത്മവിശ്വാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നജീബിന് വിശ്വാസമുണ്ട് റിയാസ്? അതെ. റിയാസിന് അറിയാൻ സാധിക്കും അലഹാബാദ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളത്. ഓപ്ഷൻസ് തരട്ടെ? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. A മുംബൈ, B കൽക്കട്ട, C ചെന്നൈ, D ഡൽഹി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇനിയും 30 സെക്കൻഡുകളുണ്ട്. നല്ലതുപോലെ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. മുംബൈ ആണോ, കൽക്കട്ടയാണോ, ചെന്നൈ ആണോ, ഡൽഹിയാണോ? മുംബൈ. 10 സെക്കൻഡുകളാണ്. A മുംബൈ കൺഫേം ചെയ്യാം. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു A മുംബൈ. പിന്നീട് കൺഫ്യൂഷൻ വന്നോ? തെറ്റിപ്പോയെന്നാണ് വിശ്വാസം.
ശരിയായി പോയി എന്നുള്ള വിശ്വാസം വരണമെങ്കിൽ ഏത് പറയണമായിരുന്നു? ഡൽഹി ആയിരുന്നു. ഡൽഹി ആയിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ യുവർ ഫസ്റ്റ് ഓപ്ഷൻ വിൽ ബി മുംബൈ ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ഡൽഹി, അല്ലേ? പച്ചക്കുതിരോട് ചോദിക്കാം നമുക്ക്, അല്ലേ? ഈ ഉത്തരം തെറ്റിപ്പോയാൽ ഡൽഹി ആയിരുന്നു ശരിയായ ഉത്തരമെങ്കിൽ എന്തു തോന്നും? വിഷമമൊന്നുമില്ല. മുംബൈ ഓപ്റ്റ് ചെയ്തത് ആരാണ്? നജീമാണോ റിയാസാണോ? ഞാനാണ് ഓപ്റ്റ് ചെയ്തത്. റിയാസ് എന്താണ് പറയുന്നത്? എനിക്ക് ഡൽഹിയിൽ നിന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പച്ചക്കുതിരയോട് ചോദിക്കാം. ഞാൻ കൂടുതൽ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോകുന്നില്ല. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ബി, കൽക്കട്ടയാണ് ശരിയായ ഉത്തരം. അപ്പോൾ മുംബൈയോ ഡൽഹിയോ അല്ല, അലഹബാദ്. ഒരു കൂട്ടം ബ്രിട്ടീഷുകാർ 1865 അലഹബാദിൽ തുടങ്ങിയ ബാങ്ക് പിന്നീട് 1923 ഇതിൻ്റെ സ്ഥിരാകേന്ദ്രം കൽക്കട്ടയിലേക്ക് മാറ്റിയത്. അപ്പോൾ അലഹബാദ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ കൽക്കട്ടയിലാണ് ഉള്ളത്. അപ്പോൾ രണ്ടുപേരും വിചാരിച്ച ഉത്തരം ശരിയായിരുന്നില്ല, തെറ്റായിപ്പോയി. ഏതായാലും മത്സരത്തിൻ്റെ വളരെ അവസാനം വരെ എത്താൻ സാധിച്ചത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സന്തോഷപൂർവ്വം ലാമിയ സിൽക്സ് നൽകുന്ന 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി വാങ്ങിക്കൊണ്ട് പച്ചക്കുതിരയിൽ നിന്നും യാത്ര പറയാം. വളരെ സന്തോഷം. ലാമിയ സിൽക്സ് നൽകുന്ന 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഞാൻ സമ്മാനമായിട്ട് ഏൽപ്പിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1.5 ലക്ഷം രൂപയ്ക്കുള്ള ലാമിയ സിൽക്സ് നൽകിയ ഡ്രസ് മെറ്റീരിയൽ സമ്മാനമായി വാങ്ങിച്ചുകൊണ്ട് റജീനയും നജീമും പച്ചക്കുതിരയുടെ മത്സരവേദി വിട്ട് പിന്മാറിയിരിക്കുകയാണ്.